അപകടച്ചുഴിയായി ഭാരതപ്പുഴ. ചെറുതുരുത്തി ശ്മശാനം കടവിൽ വ്യാഴാഴ്ച വൈകുന്നേരം 4 ജീവനുകളാണ് പുഴ കവർന്നത്. നാടിനെ നടുക്കിയ 4 പേരുടെ മരണം വിശ്വസിക്കാൻ പറ്റാതെ ഇപ്പോഴും നാട്ടുകാർ. ചെറുതുരുത്തി സെറ ബേക്കറി ഉടമ കബീർ വ്യാഴാഴ്ച ഉച്ചവരെ പതിവ് പോലെ ബേക്കറിയിൽ എത്തുകയും തൻ്റെ ജോലി തുടരുകയും ചെയ്തു. വൈകുന്നേരം പുഴ കാണുവാനായി തൻ്റെ കുടുംബത്തോടൊപ്പം പയങ്കുളം ശ്മശാനം കടവിൽ എത്തുകയായിരുന്നു. പഴയ തടയണ തകർന്നു കിടന്നിരുന്ന ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ കല്ലിലൂടെ കയറി കബീറിൻ്റെ മകൾ 9 വയസ്സുള്ള സെറയും ഷാഹിനയുടെ സഹോദരി പുത്രൻ 12 വയസ്സുള്ള ഫുവാദ് സനിലും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. കുട്ടികൾ മുങ്ങുകയാണെന്ന് സംശയം തോന്നിയ കബീറും ഷാനിഹയും കുട്ടികളെ രക്ഷപ്പെടുത്താൻ പുഴയിലേക്ക് ഇറങ്ങുകയും ഇവരും അതിശക്തമായ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. എന്നാൽ ഷാഹിന അധിക ദൂരം ഒഴുകിപ്പോകാത്തതിനാൽ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഷാഹിനയെ രക്ഷപ്പെടുത്തി. ചേലക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പുഴയിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിൽ മറ്റു 3 പേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മരണവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് ശ്മശാനം കടവിലേക്ക് ഓടിയെത്തിയത്. അത്രയും പ്രദേശവാസികൾക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു കബീർ. ഇല്ലായ്മയിൽ നിന്ന് പോരാടി സ്വന്തമായി 3 സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നത് ഏതൊരാളോടും വെറുപ്പില്ലാതെ ഇടപഴകാനും മനസ്സറിഞ്ഞ് സഹായിക്കുവാനുമുള്ള കബീറിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഓരോ വർഷവും പുഴ കവർന്നെടുക്കുന്നത് നിരവധി ജീവനുകളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായി ഒഴുകുന്ന നിളാനദിയിൽ അടിയൊഴുക്കുകളും വലിയ ഗർത്തങ്ങളും ധാരാളമുണ്ട്. അപകട സൂചനാ ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. പുഴ ആസ്വദിക്കാനായി നിരവധി പേരാണ് ഭാരതപ്പുഴയുടെ വിവിധ മേഖലകളിൽ എത്തുന്നത്. ഏറ്റവും കൂടുതൽ മണലെടുത്ത് അഗാധ ഗർത്തം രൂപപ്പെട്ട ഇടം കൂടിയാണ് ശ്മശാനം കടവ്. വ്യാഴാഴ്ച വൈകുന്നേരം പുഴയിൽ അകപ്പെട്ട് മരിച്ച 47 വയസ്സുള്ള കബീറിൻ്റെയും ഭാര്യ 35 വയസ്സുള്ള ഷാഹിനയുടെയും മകൾ 9 വയസ്സുള്ള സെറയുടെയും ഷാഹിനയുടെ സഹോദരി പുത്രൻ 12 വയസ്സുള്ള ഫുവാദ് സനിലിൻ്റെയും മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.